അപ്സെറ്റായി നിൽക്കുന്ന സ്വാതി ഇതുവരെ ഉണ്ടേ? എല്ലാവരും അന്വേഷിക്കുന്നല്ലേ? കളി ഇതുവരെ കഴിഞ്ഞു, പാർട്ടി കഴിയാറായാലും. അവൾക്ക് എല്ലാവരും കളിതമാശയാണ്. ഭർത്താവിന്റെ ഡിഗ്നിറ്റി അവൾക്കൊരു പ്രശ്നമല്ല. അതാ വന്നല്ലോ. ഐ എം സോറി, ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വൈകി. ശരിയാണോ തന്നെ പറയുന്നത്? കാലത്ത് സുഖമില്ല, ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു പോയി. അപ്പോഴറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോകണമെന്ന്. ഇനി ആ കുഞ്ഞിനോട് ചെന്ന് വഴക്കിടണ്ട. കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമട്ടൊക്കെ പഠിച്ചോളും. ചെന്നും സമാധാനിപ്പിക്കേ. കുറിപ്പ് പറഞ്ഞറിഞ്ഞത് ഡോക്ടറെ അടുത്ത് പോയിന്ന്. ഉടനെ അമ്മയെ അറിയിക്കണം. എല്ലാം മറന്ന് അമ്മ വരും. ഇനി 3 മാസത്തേക്ക് സൂക്ഷിക്കണം. ദേഹാനങ്ങുന്ന പണിയൊന്നും ചെയ്യണ്ട. ഒരു പൂട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് പൂട്ടി വെച്ചോളൂ. ജയിലിൽ കിടക്കും പോലെ നേരത്തിനും കാലത്തിനും വാതിൽ തുറന്ന് ആഹാരം മാത്രം തന്നാ മതി. എന്റെ പിണക്കം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. I'm sorry. I said I'm sorry. Sorry, forgive me. I didn't mean it. കുറെ വാക്കുകൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് തോന്നിവാസം കാട്ടിയിട്ട് ആർക്കും എപ്പോഴും എടുത്ത് പ്രയോഗിച്ച് രക്ഷപ്പെടാനായിട്ട്. You do any atrocities, behave any which way you want, hurt anybody, and then say sorry. And as far as you are concerned, the story ends there. പിന്നെ ഞാൻ എന്ത് വേണം? 10 പേരെ വിളിച്ചു കൂട്ടി നിന്റെ കാലിൽ വീണ് സമസ്താപരാധം പറയണോ? വേണ്ട. എന്ത് ചെയ്താലും ഇനി 4 ആളുടെ മുഖത്ത് 4 പേരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട്, അതേപ്പറ്റി നീ ഇപ്പോഴും ആലോചിക്കുന്നില്ലല്ലോ. What did I do? വേണ്ട. Is it a mistake If that you are looking for an argument, I am not prepared for that. തെറ്റ് 2 പേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവാണ്. അമ്മ വരും. എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കുന്ന നീയാണ്. പ്ലീസ് ഡു ദാറ്റ്. സ്വാതി, കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു. മോളെ, ഒരു കോവിലകത്ത് ജനിച്ചു വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ട് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത്. സാരമില്ല, എല്ലാം എനിക്ക് മനസ്സിലാവും. മക്കൾക്കൊരു ദോഷവും വരുതെന്നേ ഏതൊരമ്മയ്ക്കും മോഹമുള്ളൂ. അതേ എനിക്കും തോന്നിയുള്ളൂ. അതുകൊണ്ടാ കുറിപ്പ് ഇന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്. ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് 3-ാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം. പിന്നെ സാരസ്വതം നെയ് സേവിക്കണം. എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരും. ഇത് നോക്കൂ. ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ്. താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണിയിക്കാൻ. ഇങ്ങോട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും. ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്ക്.
സ്വാതി, എന്താ എന്താ സംഭവിച്ചത്? Come on, 1 minute. സോറി ക്യാപ്റ്റൻ, ഹെവി ബ്ലീഡിങ്ങുമായിട്ടാണ് ഇവിടെ വന്നത്. അൺകോൺഷ്യസ് ആയിരുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ്സ് എൻ അബോർഷൻ. എന്തെങ്കിലും ഒരു ചെറിയ സംശയം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് എവിടെയാലും ഞാൻ അവളെ കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെ രക്ഷിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല? ക്യാപ്റ്റൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്, ബട്ട് സി, ഇത് ഞങ്ങളുടെ ടെസ്റ്റിന്റെയോ ട്രീറ്റ്മെന്റിന്റെയോ കുഴപ്പം കൊണ്ടല്ല. പിന്നെ എങ്ങനെ? അത് നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കണം, അവർക്കേ അത് പറയാൻ പറ്റും. Why did you do it? ഞാനായിട്ടൊന്നും ചെയ്തതല്ല. It happens so. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. സൂക്ഷിക്കണമെന്ന് എന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ. അമ്മ പറഞ്ഞ ഒരു കാര്യമൊന്നും ചെയ്തില്ലല്ലോ, അതൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടതാ. തെളിവ് തന്ന് വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഇത്രയും വേഗം എനിക്കൊരു അമ്മയാവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അമ്മ എങ്ങോട്ടാ? ഞാൻ പോകുന്നു. പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്, എല്ലാം വെറുതെയായി. അമ്മയ്ക്കിപ്പോ ഒന്നും ഉറപ്പായി. ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത്. നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണു മതിയായിരുന്നു. വരൂ കുറുപ്പേ. സമാധാനമല്ലോ നിനക്ക്? എല്ലാവരെയും വെറുപ്പിച്ചും വേദനിപ്പിച്ചും പറഞ്ഞയച്ചപ്പോ സമാധാനമല്ലോ നിനക്ക്? എന്ത് എങ്ങനെ സംഭവിച്ചാലും തെറ്റ് എനിക്കാണല്ലേ. കൈയും തമ്മിലടിച്ചാലേ ശബ്ദമുണ്ടാവൂന്ന് കരുതി ഒരു കൈ കെട്ടിവെച്ചു നോക്കി, എന്നിട്ടും വിടാൻ ഭാവമില്ല. വെറുതെ കുറ്റപ്പെടുത്തുക. സഹിക്കുന്നതിനും ഒരു അതിരുണ്ട്. നീ എന്ത് സഹിച്ചു? സഹിച്ചത് മുഴുവൻ ഞാനല്ലേ. മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞ് നീ കാണിച്ച ആഭാസം മുഴുവൻ ഞാൻ സഹിച്ചില്ലേ? പരിഷ്കാരം എന്ന് പറഞ്ഞ് നീ കാണിച്ച കോമളത്തിന് മുഴുവൻ ഞാൻ സഹിച്ചില്ലേ? ഒരു കുഞ്ഞായാലും ഒരു അമ്മയായാലും നീ അടങ്ങി ഒതുങ്ങി ജീവിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പൊ ആ പ്രതീക്ഷയിലുണ്ടായി. നിന്റെ ശരീരവും സൗന്ദര്യവും ഉടയാതിരിക്കാൻ വേണ്ടിയല്ലേ നീ ഈ മഹാപാപം ചെയ്തത്? അതെ, അങ്ങനെ തന്നെ എന്നെ വിശ്വസിച്ചോളൂ. എനിക്ക് വേണ്ട നിങ്ങളുടെ കുഞ്ഞിന്. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം നശിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ സമ്മതിച്ചു തന്നാൽ പിന്നെ വല്ലതും പറയാനുണ്ടോ? എന്താ ഇയാളെ പട്ടിയെ വിളിച്ചത്? ജാൻസി. പട്ടിയെ വിളിക്കേണ്ട പേരല്ലത്. ഭാരത സ്ത്രീകളുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു ധീരവനിതയുടെ പേരാണിത്. ആ പേരിട്ട് പട്ടിയെ വിളിക്കരുത്. പട്ടിക്കിടാൻ പറ്റിയ പേര് ഞാൻ പറഞ്ഞുതരാം. നാളെ മുതൽ ഇവിടെ സ്വാതി എന്ന് വിളിച്ചാൽ മതി. Call this bitch സ്വാതി. എന്താ നിങ്ങൾ എന്നെ വിളിച്ചത്? പിച്ചതോ? How dare you call me a bitch? ഇപ്പൊ പുറത്തു വന്നതാണ് കോയിലകത്തെ തമ്പുരാന്റെ യഥാർത്ഥ സംസ്കാരം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. Everything ends here, okay? You want a puppet as your wife, so better get married to a stupid, idiotic village girl. ഒറ്റ തൊഴി വെച്ചെന്നാണ് അവളുടെ ഒടുക്കത്തെ തുമ്പല്. എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാരണങ്ങൾ വന്ന് മുമ്പിൽ പെടും. കുക്കിനെ ഓടിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടില്ല അസത്തും. അധികം നീ ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇത് വെച്ച് മോദം ഒരു കുത്തിയാൻ വെച്ചത്. ഓടി വന്നു എടി പോകാൻ. ഇവിടെ നിന്നെ തന്നെ കരുത എവിടെ വരാൻ? എന്താ 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 നിന്റെ ഉദ്ദേശം? എന്റെ പിന്നാലെ വരുന്ന എന്തിനാന്നാ ചോദിച്ചത്? മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇറങ്ങാൻ? കിളവിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ നിന്നെ എന്റെ പിന്നാലെ പറഞ്ഞയക്കാൻ? ഇല്ല, മുത്തശ്ശി പറഞ്ഞു.
മാപ്പ് മുത്തശ്ശി മാപ്പ് പറഞ്ഞു. എന്ത് പിണ്ണാക്കിന്? എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു. മര്യാദയില്ലാതെ പെരുമാറിയെന്ന്. എന്നാ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞു തൊലച്ചൂടായിരുന്നോ നിനക്ക്? നിർത്തണ പൊട്ട. എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. എന്താ പ്രശ്നം വല്ലതും ഉണ്ടാക്കണം? താനാരാ? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാട് അല്പം പെശക. ഞാനും. ആ സിനിമ ഇവനും കണ്ടെത്തണം തോന്നുന്നു. അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി? ഇല്ല. അപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. വണ്ടി എടുക്കടാ പൊട്ട. ഇതേതാ ഈ ജന്തു? നാട്ടിലെ വലിയ പണക്കാരനാ. ഇവിടുത്തെ തുണിക്കടയും തിയേറ്ററും ഒക്കെ ഇയാടെയാ. കുഞ്ഞുമുട്ടെന്നായിരിക്കും വന്നേ. ഏതാടോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്. ആര്? ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട് ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് പിടുത്തക്കാരനാണ്. മീനാക്ഷിയുടെ കൂടെ കണ്ടു. ഓ, പട്ടാളം. അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ. ആ, അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേക്ക്. അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ. എന്തുണ്ടായി? അത് പോട്ടെ, ഞാൻ അവൾക്ക് വാങ്ങിത്തന്ന പവിഴമാലയും പാദസരമൊന്നും താൻ കൊടുത്തില്ലേ? ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ. അതവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുക. സാരിപ്പോ കമലഹാസന്റെ അവ്വേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ. നാളത്തെ മാറ്റ്നിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. അമ്മേ, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. മോൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്തായി പറയുന്നത്? അവക്ക് ഇങ്ങോട്ട് വന്നൂടെ? വരണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റോ ഇതറിഞ്ഞ ആ വീട്ടിൽ പൊറുതി ഉണ്ടാവും ഇവൾക്ക്. ഞാൻ പോണു. മേയാൻ വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല. അതിനെ തേടി പുറപ്പെട്ടതാ. മണിയേട്ടന്റെ വല്ല വിവരമുണ്ടോ? ഇല്ല മോളെ, അതോർത്ത് ആദ്യ പിടിച്ചിരിക്കുക ഞാൻ. അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന്? എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. അവൻ എന്തു പറ്റിയോ ആവോ? ഓ, എന്തു പറ്റാനാ? ഏട്ടന് പണിത്തിരക്കാവും. വാ, നീ കയറിയിരിക്കെ. വേണ്ട, ആ അസത്ത് പശു എവിടെയെന്ന് നോക്കട്ടെ.